ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പ്ലാന്റ്സ് ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ്. ഹണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയ ഹണ്ടിങ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചിറയാണിത്. കുളം ചിറ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പോൾ ഫുള്ളിതാ ഇതിൽ പായലാണ് കേട്ടോ. ഇതിൽ ഫുള്ള് പായലാണ് പിടിച്ച് കിടക്കുന്നത്. കംപ്ലീറ്റ് പായലാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ഇടവഴിയിൽ കൂടെ പോവുകയാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേസാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ നാടിത്. പിന്നെ ഇതാ കുളമുണ്ടല്ലോ, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗി നമ്മളതിനെ പ്രകൃതി ഭംഗി ആസ്വദിക്കും പോലത്തെ ഒരു ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എത്ര ഡെസ്പായിരുന്നാലും നമ്മുടെ പ്രകൃതിയുടെ കാഴ്ചകളും എല്ലാം കാണുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ഫുള്ളിങ്ങനെ ഫുൾ ടൈം അടച്ചുപൂട്ടി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുക. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ കുട്ടികൾക്കും പിന്നെ നമ്മളെല്ലാവരും അതൊന്ന് ആസ്വദിക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ തന്നെ പുറത്തിറങ്ങണമെന്നല്ലേ. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാസ്ക് വയ്ക്കുക, പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നെങ്കിൽ ഫുൾ ടൈം സാനിറ്റൈസറൊക്കെ കയ്യിൽ വെച്ച് അതിൻ്റേതായ രീതിക്ക് നമുക്ക് ഇറങ്ങാം. ഇതാ ഇവിടെ ഇത്ര ഫാൻസാണ് കേട്ടോ. ഇതാ ഫാൻസ്. അപ്പോൾ ഫാൻസ് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ നമ്മളെ കിണറിനകത്തും നമ്മളെ നാട്ടുവഴികളിൽ കംപ്ലീറ്റ് ഇതൊക്കെ കാണും. അപ്പോൾ ഇതിൽ നല്ല ഒരു ലൈറ്റ് ഗ്രീന് ഉണ്ട്, പിന്നെ ഒരു പിങ്കും ഗ്രീനും കൂടെ ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എടുത്തു കേട്ടോ. അതിനെ കണ്ടപ്പോൾ ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. ഇതൊന്നും ഇപ്പോൾ ഫാൻസൊക്കെ നഴ്സറികളിലൊക്കെ ഒരുപാട് ടൈപ്സ് പിന്നെ ഫാൻസ് ഉണ്ട്. ആരും ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്ന ഒരുപാട് ഫാൻസ്. പിന്നെ നിങ്ങളുടെ ആ ചിറയിൽ നിന്നുള്ള അടുത്ത പിന്നെ കൈത്തോടാണ് കേട്ടോ. കൈത്തോട് അടുത്തതാ ഈ ഇടവഴിയിൽ കൂടെ ഞാൻ നടന്നു പോവുകയാണ് കേട്ടോ. ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ വിചാരിച്ചത്ര കലേഡിയം പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ റോഡ് പണി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. ഞാൻ വന്നപ്പോൾ അടുത്ത് ആ തോടിൽ നിന്നുള്ള അതിൽ നിന്നുള്ള വെള്ളം ചെറിയൊരു അരുവി പോലെ ഇതാ നോക്കി എന്ത് ഭംഗിയാണല്ലേ. ഈ നമ്മുടെ ഈ പ്രകൃതിയുടെ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര നമ്മളൊരു മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഇതൊക്കെ വന്ന് ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ഓണാവും. ഒരുപാട് നമുക്ക് ഞാൻ നോക്കിയേ. അടുത്ത് എനിക്ക് സിങ്കോണിയം കിട്ടി കേട്ടോ. ഇതാ ഇവിടെ സിങ്കോണിയം, ഒരുപാട് സിങ്കോണിയം ഉണ്ട്. പിന്നെ ഈ സിങ്കോണിയൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഈ തോടിനരികിലൊക്കെ ഇതൊക്കെ ഒരുപാടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സിങ്കോണിയൊക്കെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ കിട്ടിയത് ഒരു ഗ്രീനാണ് കേട്ടോ. ഗ്രീനും ഇതിലൊരു വൈറ്റും കൂടെയുള്ള. അപ്പോൾ പിന്നെ അടുത്തതാ വീണ്ടും ഞാൻ സിങ്കോണിയം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ വൈറ്റ് കളർ കൂടിയ സിങ്കോണിയം, ഇതാ വൈറ്റ് കളർ പിന്നെ സിങ്കോണിയം, പിന്നെ ആരോ ഹെഡ് പ്ലാന്റ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഈ സിങ്കോണിയം. ഞാൻ വിട്ടിട്ടില്ല. അതാ വീണ്ടും എടുക്കുകയാണ് സിങ്കോണിയം. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഒരു 1-2 പ്ലാന്റ്സ് ഒക്കെ ആയാലും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആ ലീഫാണ് നല്ല ഭംഗി ഇതിൻ്റെ. പിന്നെ ഇവിടെ ഫുള്ള് സിങ്കോണിയം. ഞാൻ വെള്ളത്തിന് അടുത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു നല്ല ഫുൾ വൈറ്റ് കളർ സിങ്കോണിയം എന്താ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ നോക്കുകയാണ്. ഫുള്ള് സിങ്കോണിയാണ് ഇതിൻ്റെ ഈ ഭാഗം മൊത്തം. ഫുള്ള് പിന്നെ വേറെയൊക്കെ നോക്കിയിട്ട് പിന്നെ കിട്ടിയിട്ടില്ല. അടുത്തതായി ഒരു പ്ലാന്റ് ഉണ്ട്.
ഇത് ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിരുന്നതാണ് എനിക്ക് തരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ ഒരു ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ എനിക്കിത് കിട്ടി. അപ്പോൾ ഇത് നല്ല മണ്ണിൽ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഒടിച്ചാണ് എടുത്തത്, അല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ പിഴുകാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇത് ഡംകെയിൻ, പിന്നെ പുള്ളിച്ചേമ്പെന്നൊക്കെ പറയും. അപ്പോൾ അത് വിഷച്ചെടിയാണ്, പക്ഷേ അത് ഞാൻ എടുത്തു. എല്ലാവരും പറയുന്നുണ്ട് അത് വിഷച്ചെടിയാണെന്നും. പിന്നെ വീണ്ടും അവിടെ ഫുള്ള് തിരയാണ്, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുകയാണ്. ഇതാ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവനും ഞാനും കൂടെ ഇതാ ഈ തോട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ അവൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും നന്നായിട്ട് അറിയില്ല. അവരെ പുറത്തോട്ടൊന്നും ഇറക്കാതെ കൂടുതലും അവർ ഗെയിമൊക്കെ കളിച്ച് ഫുൾ ടൈം വീട്ടിനകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഇറങ്ങി. പിന്നെ ഇതാ വീണ്ടും ഞാൻ സിങ്കോണിയം ആണ് എനിക്ക് വീണ്ടും കിട്ടിയത്. സിങ്കോണിയത്തിൻ്റെ ഒരു ഫുൾ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ പല വെറൈറ്റീസാണ് ഇതിൽ തന്നെ നല്ല. പിന്നെ ഇതാ ഇവിടെ അടുത്ത് എനിക്ക് കിട്ടിയത് ഇവിടെ അത്രയും എന്താ സ്നേക്ക് പ്ലാന്റ്സ് ആണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഒരു വലിയൊരു ഇവിടെ ഫുള്ള് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്, കംപ്ലീറ്റ് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ഞാൻ അവിടെ നിന്ന് ഒരു സ്നേക്ക് പ്ലാന്റ് എടുക്കുകയാണ് കേട്ടോ. പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ ഒരു നല്ലൊരു സാധനത്തിൻ്റെ നല്ലൊരു പാമ്പിൻ്റെ ചട്ട അവിടെ ഊരിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. എങ്കിലും ഞാൻ ജീവൻ പണയം വെച്ചത് അവിടെ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരിതിലാണ്. പിന്നെ മോനൊക്കെ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ടാ പേടി. അവിടെ നിന്ന് അടുത്ത പറമ്പിലോട്ടാണ് പോകുന്നത്. എൻ്റെ മോനാണ് എൻ്റെ കൂടെ വരുന്നത്. കണ്ടില്ലേ, ഇടവഴികളും ചെറിയ ചെറിയ നീർച്ചോലകളും എല്ലാം നോക്കി ഞങ്ങൾ പോവാണ്. നിങ്ങളും എൻ്റെ കൂടെ വന്നോളൂ ഗൈസ്. അപ്പോൾ ഇതാ ഈ പ്ലാന്റും എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇത് ഒരു
എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇതും ഇവിടെ നിന്ന് കിട്ടി. പിന്നെ ഇതിൻ്റെ പേര് ഇത്തിരി വലിപ്പമുള്ള പേരാണ് കേട്ടോ. ഡ്രസീന ഫ്രാഗ്രൻസ് മസഞ്ചീന എന്ന പ്ലാന്റിൻ്റെ പേര്, അഥവാ കോൺ പ്ലാന്റ് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ലീഫ് ഒരു ഗ്രീനിൽ ഒരു യെല്ലോ ലൈൻ ഇങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് അല്ലാതെ കാണും. അപ്പോൾ ഇവിടെ യെല്ലോ വന്നിട്ട് നടുക്കായിട്ട് ഗ്രീൻ വരുന്ന ടൈപ്പും കാണും. പിന്നെ ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ബഡ് ചെയ്ത് വേണമെങ്കിലും വളർത്താം. പിന്നെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നല്ല വലിയ മരമായിട്ട് ഇത് വളർത്താം. പിന്നെ വീട്ടിൽ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. വാട്ടർ പ്ലാന്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു പ്ലാന്റ് ആണ്. അടുത്ത പറമ്പിലോട്ട് ഇതാ നടന്ന് പോവുകയാണ്. എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടുമോ നോക്കാം. ഇവിടെ ഒക്കെ പേടിയാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കുകയാണ്. സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലാന്റ്സും കണ്ടില്ല അവിടെയൊന്നും. പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഈ റബ്ബർ തോട്ടം ചാടിക്കടക്കുന്നത് ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഓടി നടന്നിട്ടുള്ളതാണ്. അപ്പോൾ റബ്ബർ തോട്ടത്തിൽ അടുത്തൊക്കെ താമസിച്ചിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ അറിയാം. അപ്പോൾ ഇതൊരു രസമാണ്. എന്തെങ്കിലും പ്ലാന്റ്സ് കിട്ടുമെന്ന് നോക്കുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ അടുത്തതായി റബ്ബർ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മരച്ചീനി തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്ലാന്റ്സ് ഉണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ എനിക്കൊരു കരേഡിയം പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഈ കരേഡിയം പ്ലാന്റ്സ് ആണ് ഞാൻ തേടി നടന്നത്, പക്ഷേ കിട്ടിയില്ല വേറെ വെറൈറ്റി ഒന്നും. അപ്പോൾ ഇത് ഒരു വൈറ്റ് ഡോട്ട് പിന്നെ ഒരു മജന്ത ലൈൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്ലാന്റാണ്. ചേമ്പല വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാവരും ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വയ്ക്കുന്ന ഒരു ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം അതിൻ്റെ ഒരു കൈ കൂടി എടുക്കാം. ഞാൻ എടുക്കുകയാണിത്. നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ബി ഹാപ്പി, ബി സേഫ്. താങ്ക് യു സോ മച്ച്.